27-ാം തീയതി വൈകിട്ടാണ് അൻസൽ ഈ വീട്ടിലേക്ക് എത്തുന്നത്. 28-ാം തീയതി പുലർച്ചയോടുകൂടി വിഷം ഉള്ളിൽ ചെന്നതായി മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംശയിക്കപ്പെടുന്ന യുവതി അവർ അൻസലിന്റെ മാതാവിനെ വിളിച്ച് മകന് വിഷം നൽകി എന്ന് പറയുന്നുണ്ട്. ഇതിനെ തുടർന്ന് അവർ പോലീസിനെ ബന്ധപ്പെടുന്നു. അൻസലും പോലീസിനെ ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുവതിയും പോലീസിനെ ബന്ധപ്പെടുന്നുണ്ട്. അതിനുശേഷം പോലീസ് ഇവിടെ ആംബുലൻസിലെത്തിയാണ് അവശ നിലയിൽ ഇവിടെ കിടക്കുകയായിരുന്ന അൻസലിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ആദ്യം കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ നൽകിയത്. അതിനുശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അൻസലിന്റെ മരണം സംഭവിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ പോലീസ് ഈ യുവതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 300 ml കളനാശിനി അത് അൻസലിന്റെ ശരീരത്തിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക പരിശോധനയും അതോടൊപ്പം തന്നെ വൈദ്യപരിശോധനയിലും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് അൻസലിന് ഈ കളനാശിനി നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യലിൽ യുവതി സമ്മതിച്ചിട്ടുണ്ട്, കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതി ഇപ്പോൾ കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസ് കാത്തിരിക്കുകയാണ്. എത്ര അളവിൽ വിഷം ചെന്നു അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചത് എന്ത് തരത്തിലുള്ള വിഷമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ വരൂ. അതിനു വേണ്ടിയിട്ടാണ് പോലീസ് കാത്തിരിക്കുന്നത്. ഇപ്പോഴും പോലീസ് യുവതിയുടെ പേര് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അൺനോൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യുവതിയുടെ പേര് ഈ ഘട്ടത്തിൽ പോലീസിന് അല്ലെങ്കിൽ നമുക്ക് പുറത്തു പറയാൻ കഴിയില്ല. എന്തായാലും സംശയിക്കുന്നത് യുവതി തന്നെ അൻസലിന് വിഷം നൽകി എന്നുള്ളതാണ്. അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും പുറത്തുവരിക. ചേലാട് മാലിപ്പാറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.